ഇത് പിന്മഴയുടെ കാലം എന്ന എൻ്റെ പ്രഥമ ഗ്രന്ഥത്തിൻ്റെ 9ാമത്തെ എഡിഷനിലെ പുറത്തിറക്കാൻ കർത്താവ് സഹായിച്ചു. 2008 അതിൻ്റെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങുന്നത്. ആഫ്രിക്കൻ മിഷനറിയായ റെയ്നാഡ് ബോങ്കെ നമ്മുടെ കേരളത്തിലെത്തിയപ്പോഴാണ് അതിൻ്റെ ആദ്യ പതിപ്പ് പുറത്തിറക്കാൻ ദൈവം സഹായിച്ചത്. അതിന് പിന്നിലൊരു ദൈവിക കരുതലുണ്ട്. ആ ദൈവിക കരുതൽ ഇന്ന് നിങ്ങളുമായി പങ്കിടാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 2002 എനിക്കുണ്ടായ സ്വപ്നത്തിന് ശേഷം രാത്രിയിൽ ഏതോ സമയത്ത് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേൽക്കുന്നത് എഴുതാനുള്ളൊരു താല്പര്യമായിട്ടായിരുന്നു. ആരോ മനസ്സിൽ പറഞ്ഞതുപോലെ എഴുത എന്നിങ്ങനെ പറയുന്ന പോലെ ഒരു ശക്തമായ ആത്മപ്രേരണ എനിക്കുണ്ടായി. എന്നാൽ അന്ന് എഴുതാൻ പേപ്പറോ പേനയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. എൻ്റെ വീടിന് സമീപത്തുള്ളതും എൻ്റെ ബന്ധുവുമായ അഭിലാഷ് എന്ന് പറഞ്ഞൊരു യുവാവുണ്ട്. അവനന്ന് +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവൻ്റെ അടുക്ക് ചെന്ന് ഞാൻ അവനോട് ഇങ്ങനെ പേപ്പർ ചോദിച്ചപ്പോൾ അവന് ഉപയോഗിച്ച റെക്കോർഡ് ബുക്കിൻ്റെ ഒരു പഴയ കോപ്പി എനിക്ക് തന്നു. അതിൻ്റെ മറുവശത്ത് അവൻ്റെ പേന കൊണ്ടാണ് ഞാൻ എഴുത്താരംഭിക്കുന്നത്. തുടർന്ന് നോട്ടീസുകളുടെ മറുവശത്ത് എഴുതി. കാരണം അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി എനിക്കുണ്ടായിരുന്നു. പിന്നീട് പ്രസ്സുകളിൽ നിന്നും വാങ്ങുന്ന വേസ്റ്റ് പേപ്പറിലും ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ 2008 5 വർഷം കൊണ്ട് ആ എഴുത്ത് ഏകദേശം പൂർത്തീകരിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ആഫ്രിക്കൻ മിഷണറി ആയ റെയ്നാഡ് ബോങ്കെ നമ്മുടെ കേരളത്തിൽ വരുന്നുവെന്ന് ഞാൻ അറിഞ്ഞത്. 1998 അദ്ദേഹം കേരളത്തിൽ വന്നിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം അഗ്നിയാലുള്ള സുവിശേഷീകരണം എന്നു പേരുള്ള പുസ്തകം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം അത്ഭുതകരമായി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചു 2008 അദ്ദേഹം വരുമ്പോൾ എൻ്റെ പുസ്തകം പുറത്തിറക്കണമെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നിരുന്നു. എന്നാൽ ഒരു സ്വപ്നവും എഴുത്തും വായനയും പ്രാർത്ഥനയുമായി മുറിക്കുള്ളിൽ ഒറ്റയ്ക്കായിരുന്ന അന്ന് വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും മാത്രമേ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പോകത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഇരുന്ന് എഴുത്തും പ്രാർത്ഥനയും വായനയാണ്. അതുകൊണ്ട് തന്നെ ഏറെ ഒറ്റപ്പെട്ടു പോയൊരു സമയമായിരുന്നു. എൻ്റെ സ്നേഹിതന്മാരായ ചില ആളുകളെടുത്ത് ഞാൻ കണ്ട സ്വപ്നവും ഞാൻ എഴുതിയ കൈയെഴുത്ത് പ്രതി വായിച്ച് അവർക്ക് കൊടുത്തു, വായിക്കാൻ കൊടുത്തു, അവരെ കാണിച്ചു. അവരിൽ ചിലരൊക്കെ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും സമയമായപ്പോൾ എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു. ഞാൻ ജോലി ചെയ്തിരുന്നത് ഇലക്ട്രിക്കൽ ജോലിയായിരുന്നു. ആരും അറിയാതെ ജോലിക്ക് പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ബിൽഡിങ് ഞാൻ അതിൻ്റെ കോൺട്രാക്റ്റ് എടുത്തു. ഞാൻ അതിൻ്റെ ജോലിക്ക് പോകാൻ തുടങ്ങി. ഏകദേശം ഒരാഴ്ച നല്ലവണ്ണം വർക്ക് ചെയ്തു. പൂർത്തീകരിക്കുന്ന ദിവസം അന്ന് ലൈൻ കൊടുക്കുന്ന സമയപ്പോഴാണ് വലിയൊരു അബദ്ധം എൻ്റെ ജോലിയിൽ ഞാൻ കണ്ടുപിടിച്ചത്. അങ്ങനെ 2 ദിവസം പിന്നെയും അതിനുവേണ്ടി ഓവർ ടൈം വർക്ക് ചെയ്യേണ്ട വന്നു. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് സാമ്പത്തികം വന്നില്ല. അപ്പോൾ തന്നെ സമയനഷ്ടമുണ്ടായി, മാനനഷ്ടമുണ്ടായി. പറഞ്ഞ സമയത്ത് ജോലി ചെയ്ത് തീർക്കാൻ കഴിയാത്തതുകൊണ്ടുള്ള അവഗണന അതും എനിക്ക് ഏൽക്കേണ്ടി വന്നു. അങ്ങനെ വളരെ പ്രതിസന്ധിയിലായിപ്പോയൊരു സമയമായിരുന്നു അത്. ആ സമയത്തൊക്കെ ഞാൻ മറ്റു പല ദൈവദാസന്മാരുടെ കയ്യിലും വായിക്കുന്ന പലരുടെയും കയ്യിൽ ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ കോപ്പി കൈയെഴുത്ത് പ്രതി കൊടുക്കുമായിരുന്നു. അങ്ങനെ നിരണത്തുള്ള ഒരു ഓർത്തഡോക്സ് സഭാംഗമായ കുര്യൻ എന്ന് പറഞ്ഞൊരു അച്ഛനോട് ഞാൻ ഈ കൈയെഴുത്ത് പ്രതി അദ്ദേഹത്തിന് വായിക്കാൻ കൊടുത്തു. അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് തിരികെ തന്നു. കൊള്ളാം, കുഴപ്പമില്ല, നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് തിരികെ തന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ചു, സാബു, എനിക്ക് എഗ്രിമെൻ്റ് ഒന്നും വേണ്ട, ഈ പുസ്തകം പുറത്തിറങ്ങണം. അതുകൊണ്ട് ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാൻ ആഗ്രഹിക്കുന്നു, ഇതുകൊണ്ട് പുസ്തകം ഇറക്കിക്കോ, എഗ്രിമെൻ്റ് ഒന്നും ആവശ്യമില്ല, പൈസ കിട്ടുന്ന പോലെ തന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എനിക്ക് 20,000 രൂപ തരിക. അന്ന് ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ കിടങ്ങറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ച് പ്രവർത്തിച്ച് വന്നിരുന്നത്. ഞാൻ ഭവന സന്ദർശനം നടത്തി വന്ന കൂട്ടത്തിൽ ചങ്ങനാശ്ശേരി അക്ഷര പ്രസ് നടത്തുന്ന ഒരു ലാലിച്ചാനുമായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കുര്യൻചാൻ തന്ന പൈസ വേണ്ടി ഞാൻ ലാലിച്ചാൻ്റെ അടുത്ത് ചെന്നു. ഞാനിതൊരു കാര്യം പറഞ്ഞു. എൻ്റെ കൈയെഴുത്ത് പ്രതി, പുസ്തകത്തിൻ്റെ കൈയെഴുത്ത് പ്രതി ഞാൻ അദ്ദേഹത്തെ കാണിച്ചു. ആഫ്രിക്കൻ മിഷണറി വരുന്ന കാര്യമൊക്കെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, എത്ര രൂപ ഉണ്ട് കയ്യിൽ? ഞാൻ പറഞ്ഞു 20,000 രൂപ ഉണ്ട്. ഉടനെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. ഫസ്റ്റ് അത്രയുണ്ടോ? പേപ്പറിനുള്ള പൈസ ഉണ്ട്, ബാക്കി ഞാൻ ഇട്ടോളാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രസ് മാനേജരായ സജിയെ വിളിച്ച് DTP ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. ഒരു ദിവസം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹൈന്ദവനായ സ്നേഹിതൻ വന്നിട്ട്, പാസ്റ്റർ ഇരുന്ന് എഴുതുകയല്ലേ, ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ എൻ്റെ പോക്കറ്റിലോട്ട് വെച്ച് തരികയാണ്. സ്നേഹിതന്മാരായ പലരും മാറിപ്പോയ സമയത്ത് എന്നെ സഹായിക്കാൻ വേണ്ടി ദൈവം യാക്കോബക്കാരനെയും ഹൈന്ദവനെയും കത്തോലിക്കിനെയും ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെ പെന്തക്കോസ്ത് അനുഭവത്തിൽ ജീവിക്കുന്ന ഉപദേശങ്ങളെ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്ന ഈ പുസ്തകം പുറത്തിറക്കാൻ ദൈവം വഴിയൊരുക്കിയത് കത്തോലിക്കനെയും യാക്കോബക്കാരനെയും ഹൈന്ദവനെയും ഉപയോഗിച്ചായിരുന്നു. ദൈവത്തെ അറിയുന്നുവെന്ന് പറയുന്നവർ ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ ദൈവം തനിക്ക് ബോധിച്ചതിനെ കരങ്ങളിലെടുക്കുമെന്ന് 2002 ഞാനിങ്ങനെ എഴുതി വന്നിരുന്നു. അത് തന്നെയാണ് എൻ്റെ പുസ്തക പ്രസിദ്ധീകരണ സമയത്ത് ഞാൻ കണ്ടത്, അനുഭവിച്ചത്.
എൻ്റെ സഹപ്രവർത്തകരായ പലരും മാറിപ്പോയപ്പോൾ, പൈസയുള്ള പലരും എന്നെ അവഗണിച്ച് കളഞ്ഞപ്പോൾ, അവൻ്റെ സ്വപ്നം എന്തായിത്തീരുമെന്ന് അവർ കാത്തിരുന്ന് കാണാമെന്നുള്ള വിചാരത്തോടെ നോക്കി നിന്നപ്പോൾ ദൈവം യാക്കോബക്കാരനെയും കത്തോലിക്കനെയും ഹൈന്ദവനെ ഉപയോഗിച്ചുകൊണ്ട് പുസ്തകം പുറത്തിറക്കാൻ ദൈവം കർത്താവ് വഴിയൊരുക്കി. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച പോലെ റെയ്നാർഡ് ബോങ്കയുടെ മീറ്റിങ്ങിൽ 2-ാം ദിവസം തന്നെ അതിൻ്റെ ആദ്യ വിൽപ്പന നടത്താൻ കർത്താവ് സഹായിച്ചു. ഇപ്പോൾ ആ പുസ്തകം 9ാമത്തെ എഡിഷനിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ തന്നെ ഹിന്ദിയും ഇംഗ്ലീഷ് മറ്റ് ചില ഭാഷകളിൽ കൂടിയും ആ പുസ്തകം പുറത്തിറക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമുക്കൊരു നിയോഗം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളും ദൈവം നൽകിക്കൊള്ളും. യോസഫിന് സ്വപ്നം കൊടുത്ത ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തിയതുപോലെ നമുക്ക് വിശ്വസിക്കാൻ ദൈവമക്കളെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന നിയോഗങ്ങൾ ദൈവം തൻ്റെ സമയത്ത്, തക്ക സമയത്ത് അതിനുള്ള വ്യക്തികളെയും കർത്താവ് കരുതിക്കൊള്ളും. എൻ്റെ അധ്വാനം കൊണ്ട് ഞാനത് പുറത്തിറക്കാൻ ആഗ്രഹിച്ചെങ്കിലും ആ വഴി അടഞ്ഞു പോയപ്പോൾ ദൈവം തനിക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ അതിനുവേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരാത്മീയ ഉണർവ് നമ്മുടെ നടുവിൽ ഉണ്ടാകട്ടെ. ഇപ്പോൾ ആ പുസ്തകത്തിന് ഹിന്ദി, ഇംഗ്ലീഷ്, മറ്റു പല ഭാഷകളിലേക്ക് ഇത് പരിഭാഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുക.